എത്ര ദിവസം കൂടിയാ എന്റെ ഉമക്കുഞ്ഞിങ്ങനെ തൃപ്തികരമായിട്ട് ആഹാരം കഴിക്കുന്നത്? അതെന്താ? മനസ്സിന് ഇഷ്ടപ്പെട്ടവരാരെങ്കിലും കൂട്ടത്തിലുണ്ടെങ്കിലല്ലേ ആഹാരത്തിന് രുചി ഉണ്ടാവൂ. അല്ല മോളെ, ഡാഡി ഫോൺ ചെയ്ത കാര്യം പറഞ്ഞോ? ഞാനത് മറന്നുപോയി. വിനുവേട്ടന് വെഡിങ് സൂട്ട് ഏത് കളർ വേണമെന്ന് ഡാഡി ചോദിച്ചു. എനിക്ക് ഏത് കളറായാലും മതി. ഓഹോ, അത് ശരി. ഇപ്പൊ ഞങ്ങൾ ആരും വേണ്ടായിരിക്കും. പാചകം പഠിക്കാതെ ഇരിക്കട. അമ്മവ, ഒരു പ്ലേറ്റും കൂടി വെച്ചോളൂ. വേണ്ട മാവ, ഐ ജസ്റ്റ് ഹാഡ് മൈ ഫുഡ്. എന്നാ ഇതെങ്കിലും കഴിക്കും. ശരി. എന്റെ കല്യാണത്തിന് സൂട്ട് ഏത് കളറിൽ വേണം? വൈറ്റ്. എനിക്ക് ബ്ലൂ ആണ് ഇഷ്ടം. വാട്ട് അബൌട്ട് യു, മാ? എനിക്കും വൈറ്റ് ആണ് ഇഷ്ടം. കേട്ടല്ലോ, വൈറ്റ് മതി. ശരി, ഏറ്റു. എടാ വിനു, ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി ആ കായൽക്കരയിൽ ഭയങ്കര ആൾക്കൂട്ടം. ഏതോ ഒരു ഡെഡ് ബോഡി പൊങ്ങിയിട്ടുണ്ട്. പോലീസെല്ലാം ഉണ്ട്. നമുക്ക് പോയി നോക്കിട്ട് വരാം. പോയോട്ട്. ഉമേ, വരട്ടെ. വിനുവേട്ടാ, ഞാനും വരട്ടെ. വേണ്ട വേണ്ട, രാത്രിയിൽ പേടിച്ച് നിലവിളിക്കാനല്ലേ? ഞാൻ നിലവിളിക്കില്ല. വരട്ടെ. എന്നാ വാ മോളെ. ഞാൻ പോയിട്ട് വരട്ടെ അമ്മവാ. അവിടെ നീ എന്തിനാ കരയുന്നത്? നിനക്ക് എന്ത് പറ്റി? നീ എന്തെല്ലാമോ എന്നെ ഒളിച്ചു വെക്കുന്നു. പറയൂ, നിനക്ക് എന്ത് സംഭവിച്ചു? വിനുവേട്ടാ, എന്നോട് ക്ഷമിക്കൂ. ഞാൻ പലതും വിനുവേട്ടനിൽ നിന്നും മറച്ചു വെച്ചു. കായൽക്കരയിൽ കണ്ട ഡെഡ് ബോഡി രാജേട്ടന്റേതാണ്. രാജേന്ദ്രൻ മരിച്ചു? നടന്നതെല്ലാം ഞാൻ പറയാം. വിനുവേട്ടാ, ഇനി ഒന്നും മറച്ചു വയ്ക്കാൻ കഴിയില്ല. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടക്കും. അത് കഴിഞ്ഞാൽ എല്ലാം പുറത്താകും. പിന്നെ ഞാൻ വിഷമിക്കാതെ. പോസ്റ്റ്മോർട്ടം നടന്നാലല്ലേ ഇതൊരു കൊലപാതകമാണെന്ന് തെളിയും. അതിനു മുമ്പ് നമുക്ക് ആ ഡെഡ് ബോഡി മോർച്ചറിയിൽ നിന്ന് മാറ്റാം. അഥവാ പോസ്റ്റ്മോർട്ടം നടന്നാൽ തന്നെ അത് ചെയ്യുന്ന ഡോക്ടർ അങ്കിളായിരിക്കും. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട.